ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025-27 വർഷത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള സമയമായിട്ടുണ്ട്. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി ഉപരിപഠനം നടത്താൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് തുല്യതാ പരീക്ഷ. 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ. ആ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30-ാം തീയതിയാണ്. മാർച്ച് 10 മുതൽ ഏപ്രിൽ 30 വരെയാണ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കുക, ഏതൊക്കെയാണ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ എക്സലൻസി ഗ്രൂപ്പുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2025-ലെ +1 പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത് കേരള ഗവൺമെൻറ് തികച്ചും സാക്ഷരതാ മിഷന്റെ കീഴിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇക്വലൻസി എക്സാം. റെഗുലറായിട്ട് 10ാം ക്ലാസ് കംപ്ലീറ്റ് ആയവർക്ക്, അതുപോലെ തന്നെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയവർക്ക്, ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ കോഴ്സിന്റെ കാലാവധി 2 വർഷമാണ്. ദെൻ ഇതിൽ 2 കോഴ്സുകളാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്കറിയാം, +2 ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്, ഈ 2 സബ്ജക്റ്റ് സ്ട്രീമുകളാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ കാലാവധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 10 മുതൽ 2015 മാർച്ച് 10 മുതൽ ഏപ്രിൽ 30 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ആർക്കൊക്കെ, ഇതിനു മുമ്പൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ഇതിനെ അപേക്ഷിക്കാമെന്നുള്ളത്. ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് തുല്യതാ കോഴ്സ്, 10ാം തരം തുല്യതാ കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് +2 തുല്യതാ കോഴ്സിന് അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. ഇനി ഔപചാരിക തലത്തിൽ SSLC ജയിച്ചതിന് ശേഷം പഠനം നിർത്തിയവർ, 10ാം ക്ലാസ്സിന് ശേഷം പഠനം പൂർത്തിയാക്കാത്തവർ, അല്ലെങ്കിൽ +1 +2 പഠനം നടത്താത്തവരായിട്ടുള്ളവർ. ദെൻ ഔപചാരിക തലത്തിലുള്ള +2 പ്രീ ഡിഗ്രി പഠനം ഇടക്ക് നിർത്തിയവർ, +2 പഠനത്തിന് വേണ്ടിയിട്ട് പോയി ഇടക്ക് പഠനം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആ +2 പരീക്ഷ എഴുതാത്തവർക്ക്, അല്ലെങ്കിൽ മുമ്പത്തെ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് ആ പരീക്ഷ എഴുതി പൂർത്തിയാക്കാത്ത, സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാത്തവർക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാമെന്നുള്ളത്. ദെൻ ഔപചാരിക തലത്തിലുള്ള +2 പ്രീ ഡിഗ്രി കോഴ്സ് പൂർത്തിയായവരും പരീക്ഷയിൽ പരാജയപ്പെട്ടു. നമ്മളെ +1 +2 പരീക്ഷ അറ്റൻഡ് ചെയ്തു, അതിൽ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കാത്തവർ, പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് വിജയിക്കാൻ സാധിക്കാത്തവർ, ഈ 4 കാറ്റഗറിയിൽപ്പെട്ടവർ. 1 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയവർ, 2 10ാം ക്ലാസ്സിന് ശേഷം ഒരു പരീക്ഷയ്ക്കും +1 +2 പോവാത്തവർ, രണ്ടാമത്തത് +1 +2 ഇടക്ക് പഠനം നിർത്തിയവർ, 4ാമത്തെ കാറ്റഗറിയാണ് ഈ +1 +2 പരീക്ഷ എഴുതിയിട്ടും തോറ്റവർ. ഇത്തരംകാർക്ക് എന്ത് ചെയ്യണം, ഈ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ 3 ആൾക്കാർ, അഥവാ SSLCക്ക് ശേഷം തീരെ കോഴ്സിന് പോകാത്തവര്, അതുപോലെ തന്നെ ഇടക്ക് പഠനം നിർത്തിയവര്, ദെൻ ജയിക്കാത്തവര്, ഇവർക്കൊക്കെ 22 വയസ്സ് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. 22 വയസ്സ് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ കോഴ്സ് ഫീസ് 2300-ഉം രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയുമാണ്. SBI ശാഖകളിലാണ് ഇതിന്റെ ഫീ അടയ്ക്കേണ്ടത്. ഇത് രജിസ്ട്രേഷന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, തൊട്ടടുത്തുള്ള അക്ഷയയിൽ പോയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയയിൽ പോയാൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് അടക്കാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് തൊട്ടടുത്ത അക്ഷയയിൽ പോയിട്ട് നിങ്ങൾ ഇതിന് അപേക്ഷ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ടേൺ ടു ലേണിന്റെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇതില് ഫീസ് ഇളവുണ്ട്. ഓക്കെ, പട്ടികജാതി, പട്ടിക വിഭാഗം, പട്ടികവർഗം, ഭിന്നശേഷി വിഭാഗം എന്നിവർക്ക് അഡ്മിഷൻ ഫീസ് 300 രൂപ മാത്രം അടിച്ചാൽ മതി. അവർക്ക് കോഴ്സ് ഫീസ് ഇല്ല.
SC/ST-കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അവർക്കുള്ള കോഴ്സ് ഫീസ് 2300 അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് അടുത്തത് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഏതൊക്കെയാണ് ഇതിന്റെ സ്ട്രീമുകൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ സ്ട്രീമുകൾ നിങ്ങൾക്കറിയാം, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകൾ ഇംഗ്ലീഷ് നിർബന്ധമാണ്. അതുപോലെ തന്നെ മലയാളം, ഹിന്ദി, കന്നഡ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. പിന്നെ 4 സബ്ജക്റ്റുകളാണ്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ സോഷ്യോളജി. ഒരു കോമ്പിനേഷൻ അതാണ്. രണ്ടാമത്തെ കോമ്പിനേഷന് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്. ഓക്കെ, സോഷ്യോളജിക്ക് പകരം ഗാന്ധിയൻ സ്റ്റഡീസ്. കൊമേഴ്സിലാണെങ്കിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും കഴിഞ്ഞാൽ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. ഇതാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. ഈ 2 സ്ട്രീമുകൾ, ഹ്യൂമാനിറ്റീസിൽ 2 ഓപ്ഷനുകളും അതുപോലെ തന്നെ കൊമേഴ്സിൽ 1 ഓപ്ഷനുകളാണ് ഉള്ളത്. ദെൻ തുല്യത പരീക്ഷ അല്ലെങ്കിൽ സാക്ഷരതാ മിഷൻ സമ്പർക്ക ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ നടക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കീഴിലുള്ള പരീക്ഷ, ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡാണ് ഇതിനുള്ള പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പരീക്ഷ ജൂൺ, ജൂലൈ മാസങ്ങളിലായിരിക്കും നടത്തുന്നത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് സാധാരണ ഒരു റെഗുലർ വിദ്യാർത്ഥി പാസ്സാവുന്ന തരത്തിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടേൺ ടു ലേണിന്റെ തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ടേൺ ടു ലേണിന്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ ജനറൽ ഗ്രൂപ്പിന്റെയും ഒക്കെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുകളുടെ നമ്പറാണ്. ഇത് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ജില്ലയിലും സാക്ഷരതാ മിഷന്റെ ജില്ലാ ഓഫീസുകളുണ്ട്. അവിടുത്തെ നമ്പറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെ ഇതിന്റെ ഈ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പലതവണ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9562654789 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് മറക്കേണ്ടത് ഏപ്രിൽ 30 ലാസ്റ്റ് തീയതി. ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത്. തൊട്ടടുത്തുള്ള അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാം. ഓക്കെ, താങ്ക് യു.